ഗുജറാത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ അഹമ്മദാബാദിലെ സാബർമതി നദീതീരത്തെ തലയുയർത്തി നിൽക്കുന്ന കൂറ്റൻ ഗ്ലാസ് മന്ദിരമായിരുന്നു സിംഘാനിയ ആൻഡ് മേത്ത ഗ്രൂപ്പ്. നഗരത്തിന്റെ സമ്പന്നതയുടെയും അധികാരത്തിന്റെയും പ്രതീകമായി പ്രകാശിച്ചു നിൽക്കുന്ന ആ 60 നില കെട്ടിടത്തിലേക്ക് ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് വന്നെത്തിയിരുന്നത്. കോടികളുടെ സാമ്പത്തിക ഇടപാടുകളും ആഗോളതലത്തിലുള്ള ബിസിനസ് ചർച്ചകളും നടക്കുന്ന ആ വലിയ സാമ്രാജ്യത്തിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ, അതായത് ലിഫ്റ്റുകൾ പോലും അപൂർവമായി മാത്രമെത്തുന്ന ഭൂഗർഭ നിലയിലായിരുന്നു ആർക്കൈവ്സ് വിഭാഗം പ്രവർത്തിച്ചിരുന്നത്. പകൽ വെളിച്ചം കടന്നുചെല്ലാത്ത, പഴകിയ കടലാസുകളുടെയും പൊടിയുടെയും മണം വിട്ടുമാറാത്ത ആ അടഞ്ഞ മുറിയിലായിരുന്നു 28-കാരിയായ അനന്യ ഷാ കഴിഞ്ഞ 3 വർഷമായി ജോലി ചെയ്തു പോന്നത്. കട്ടിയുള്ള ഫയലുകൾക്കിടയിലും ഇരുമ്പു റാക്കുകൾക്കിടയിലും അവൾ തന്റെ ചെറിയ ലോകം കണ്ടെത്തിയിരുന്നു. മുകളിലത്തെ നിലകളിലെ ശീതീകരിച്ച മുറികളിലിരുന്ന് കമ്പനിയുടെ ഭാവി വലിയ രീതിയിൽ തീരുമാനിക്കുന്ന വലിയ എക്സിക്യൂട്ടീവുകൾക്കോ ബോർഡ് ഡയറക്ടർമാർക്കോ താഴത്തെ നിലയിൽ ആർക്കൈവ്സ് സൂക്ഷിക്കുന്ന അനന്യയെക്കുറിച്ച് കാര്യമായ അറിവൊന്നുമുണ്ടായിരുന്നില്ല. ലളിതമായ കോട്ടൺ സാരി ധരിച്ച് അധികം സംസാരിക്കാതെ സ്വന്തം ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സാധാരണക്കാരിയായിരുന്നു അവൾ. അവളുടെ ഷൂസുകൾ അല്പം പഴകിയതായിരുന്നു. ഉച്ചഭക്ഷണം എന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചെറിയ പ്ലാസ്റ്റിക് ടിഫിൻ ബോക്സിലായിരുന്നു. കാരണം ജീവിച്ചു പോകാൻ അവളുടെ കയ്യിലെ ഓരോ രൂപയും അത്രമേൽ വിലപ്പെട്ടതായിരുന്നു. എങ്കിലും ആ ഓഫീസിലെ മറ്റാരും ശ്രദ്ധിക്കാത്ത ഒരു പ്രത്യേകത അനന്യയ്ക്കുണ്ടായിരുന്നു. മനുഷ്യരെയും അവരുടെ കഷ്ടപ്പാടുകളെയും ഓർമ്മിച്ചു വയ്ക്കാനുള്ള ഒരപൂർവമായൊരു മനസ്സ് അവൾക്കുണ്ടായിരുന്നു. അനന്യയുടെ അച്ഛൻ അശ്വിൻ ഷാ പണ്ട് ഇതേ സിംഘാനിയ ആൻഡ് മേത്ത ഗ്രൂപ്പിലെ ഏറ്റവും വിശ്വസ്തനായ മുതിർന്ന ഫിനാൻഷ്യൽ അനലിസ്റ്റായിരുന്നു. 26 വർഷത്തോളം അദ്ദേഹം ആ കമ്പനിയെ സ്വന്തം കുടുംബം പോലെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തു. കമ്പനിയെ പല വലിയ സാമ്പത്തിക തകർച്ചകളിൽ നിന്നും തട്ടിപ്പുകളിൽ നിന്നും രക്ഷിച്ചത് അശ്വിൻ ഷായുടെ കൃത്യമായ കണക്കുകൂട്ടലുകളും ദീർഘവീക്ഷണവുമായിരുന്നു. കമ്പനിയുടെ വളർച്ചയ്ക്കുവേണ്ടി രാപകലില്ലാതെ അധ്വാനിച്ച ഒരു യഥാർത്ഥ പോരാളിയായിരുന്നു അദ്ദേഹം. എന്നാൽ അനന്യയ്ക്ക് 16 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം തികച്ചും അപ്രതീക്ഷിതമായി ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ മരണം അശ്വിൻ ഷായെ തട്ടിയെടുത്തു. 4 നൂറ്റാണ്ടിലേറെക്കാലം കമ്പനിക്കുവേണ്ടി ചോര നീരാക്കി അധ്വാനിച്ച ആ വലിയ മനുഷ്യന്റെ വേർപാടിനുശേഷം കമ്പനി ചെയ്തത് ഒരേയൊരു കാര്യമായിരുന്നു. അവരുടെ വീട്ടിലേക്ക് ഒരനുശോചന സന്ദേശവും കുറച്ചു പൂക്കളും അയച്ചു. അതോടെ കോടികൾ സമ്പാദിക്കുന്ന ആ കമ്പനിയുടെ കടമ അവസാനിച്ചു. അച്ഛന്റെ പെട്ടെന്നുള്ള വേർപാടിനുശേഷം അനന്യയുടെയും അമ്മയുടെയും ജീവിതം കടുത്ത സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്തി. ആശുപത്രി ബില്ലുകളും കടങ്ങളും ഒരു വശത്ത് കുന്നുകൂടിയപ്പോൾ അവരുടെ ഏക സമ്പാദ്യമായിരുന്ന സ്വന്തം വീട് വിൽക്കാൻ അവർ നിർബന്ധിതരായി. അത്യധികം സങ്കടവും കണ്ണീരും മനസ്സിനെ വേട്ടയാടിയപ്പോഴും ആ വലിയ ദുഃഖത്തിനു മുന്നിൽ വീട്ടിലെ കറന്റ് ബില്ലോ കടങ്ങളോ നിലയ്ക്കില്ല എന്ന കടുപ്പമേറിയ ജീവിതസത്യം വളരെ ചെറുപ്പത്തിൽ തന്നെ അനന്യ പഠിച്ചെടുത്തു. തളർന്നുപോകാൻ അവൾ തയ്യാറായിരുന്നില്ല. സ്കൂൾ പഠനത്തിനുശേഷം ചെറിയ പാർട്ട് ടൈം ജോലികൾ ചെയ്തും രാത്രികളിൽ ഉറക്കമിളച്ചു പഠിച്ച് സ്കോളർഷിപ്പുകൾ നേടിയുമാണ് അവൾ മുന്നോട്ടു പോയത്. കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ അവൾക്ക് മുന്നിൽ പല വഴികളുമുണ്ടായിരുന്നു. എങ്കിലും അവൾ സിംഘാനിയ ആൻഡ് മേത്ത ഗ്രൂപ്പിൽ തന്നെ ഒരു സാധാരണ ആർക്കൈവ്സ് അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിച്ചു. അച്ഛൻ തന്റെ വിയർപ്പൊഴുക്കിയ അച്ഛന്റെ സാന്നിധ്യം ഇന്നും തങ്ങി നിൽക്കുന്ന ആ കെട്ടിടത്തിലേക്ക് അവൾ തിരിച്ചെത്തിയത് അനുകമ്പയോ പ്രത്യേക പരിഗണനയോ ആഗ്രഹിച്ചുകൊണ്ടായിരുന്നില്ല. മറിച്ച് അച്ഛന്റെ പേരുപയോഗിക്കാതെ സ്വന്തം അധ്വാനം കൊണ്ട് തനിക്ക് ഈ ലോകത്ത് ജീവിച്ചു നിൽക്കാൻ കഴിയും എന്ന് സ്വയം തെളിയിക്കാനായിരുന്നു. ദിവസവും രാവിലെ 7 മണിക്ക് മുൻപ് തന്നെ അനന്യ ഓഫീസിലെത്തും. താഴത്തെ നിലയിലെ പൊടി പിടിച്ച വലിയ കതകുകൾ തുറന്ന് പഴകിയ റാക്കുകളിലെ പൊടി തുടയ്ക്കുകയും നഷ്ടപ്പെട്ടു പോയെന്ന് കരുതുന്ന ഫയലുകൾ കണ്ടെത്തി ക്രമീകരിക്കുകയും ചെയ്യും. മുകളിലത്തെ നിലയിൽ നിന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പെട്ടെന്നൊരു രേഖ ആവശ്യപ്പെട്ടാൽ മിനിറ്റുകൾക്കകം അവൾ അത് എത്തിച്ചു കൊടുക്കുമായിരുന്നു. ആരെങ്കിലും ദേഷ്യപ്പെടുകയോ അപമാനിക്കുകയോ ചെയ്താൽ പോലും സ്വന്തം തെറ്റല്ലെങ്കിൽ തനിക്ക് മാപ്പു ചോദിക്കാൻ അവൾക്ക് മടിയുണ്ടായിരുന്നില്ല. പരാതികളോ പരാതിപ്പെടലുകളോ ഇല്ലാതെ അവൾ ആ ഇരുണ്ട മുറിയിൽ ഒരു നിശബ്ദ യന്ത്രം പോലെ ജോലി ചെയ്തു. എന്നാൽ ആരും കാണാതെ ആരും അറിയാതെ സൂക്ഷിച്ചിരുന്ന ഒരു വലിയ രഹസ്യമുണ്ടായിരുന്നു. അവളുടെ മേശയുടെ താഴത്തെ വലിയ ഡ്രോയറിൽ പൂട്ടിവെച്ചിരുന്ന ഒരു പഴയ മഞ്ഞ നിറത്തിലുള്ള കവർ. അരികുകൾ മഞ്ഞ നിറമായി ദ്രവിച്ചു തുടങ്ങിയ പഴകിയ ടേപ്പ് കൊണ്ടൊട്ടിച്ച ആ കവറിന്മേൽ അച്ഛന്റെ പ്രിയപ്പെട്ട കൈപ്പടയിൽ വ്യക്തമായി എഴുതിയിരുന്നു: അനന്യയ്ക്ക്, നീ ഇത് സ്വീകരിക്കാൻ പ്രാപ്തിയാകുമ്പോൾ മാത്രം തുറക്കുക. 12 നീണ്ട നാളുകളായി അവൾ ആ കവർ എങ്ങോട്ടും പോകാതെ തന്റെ കൈയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അത് തുറന്നു നോക്കാൻ അവൾക്ക് ആകാംക്ഷയില്ലാഞ്ഞിട്ടല്ല, മറിച്ച് കടുത്ത ഭയം കൊണ്ടായിരുന്നു.
ചില കത്തുകളിൽ കേവലം വരികൾ മാത്രമായിരിക്കില്ല, നമ്മെ തകർത്തുകളയാൻ ശേഷിയുള്ള പഴയ ഭൂതകാലത്തിന്റെ സത്യങ്ങളായിരിക്കും ഒളിച്ചിരിക്കുന്നത്. അത്തരം സത്യങ്ങളെ അഭിമുഖീകരിക്കാൻ താൻ പ്രാപ്തിയാണോ എന്ന ഭയം അവളെ എപ്പോഴും പിന്നോട്ടു വലിച്ചു. അവൾ ആ കവറിനെ തന്റെ ജീവിതത്തിന്റെ ഒരു നിർണായക രഹസ്യമായി കരുതിപ്പോന്നു. അക്കാലത്താണ് കമ്പനിയുടെ ഭരണസാരഥ്യത്തിലേക്ക് പുതിയ സിഇഒ-ആയി വിക്രം സിംഘാനിയ കടന്നുവരുന്നത്. കമ്പനി സ്ഥാപകന്റെ കൊച്ചുമകനായ വിക്രമിന് 39 വയസ്സായിരുന്നു പ്രായം. വിദേശത്തുനിന്ന് ബിസിനസ് പഠനം പൂർത്തിയാക്കിയെത്തിയ അവൻ അത്യധികം ബുദ്ധിമാനും എന്നാൽ അതിലേറെ ക്രൂരനും ദയയില്ലാത്തവനുമായിരുന്നു ഒരു ഭരണാധികാരി. വിക്രമിനെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാർ എന്നാൽ കേവലം ബാലൻസ് ഷീറ്റിലെ അക്കങ്ങൾ മാത്രമായിരുന്നു. ലാഭം മാത്രമായിരുന്നു അവന്റെ ഒരേയൊരു ലക്ഷ്യം. മനുഷ്യത്വത്തിനോ വികാരങ്ങൾക്കോ അവന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. കമ്പനി ഏറ്റെടുത്ത ഉടനെ തന്നെ ചെലവ് ചുരുക്കത്തിന്റെ ഭാഗമായി 100 കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടാൻ അവൻ ഉത്തരവിട്ടു. അവൻ ആദ്യം കണ്ണുവെച്ചത് താഴത്തെ നിലയിലുള്ള അനന്യയുടെ ആർക്കൈവ്സ് വിഭാഗത്തിന് നേരെയായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം വിക്രം തന്റെ പ്രധാന അനുചരന്മാരായ ഉയർന്ന ഉദ്യോഗസ്ഥരോടൊപ്പം താഴത്തെ നില സന്ദർശിക്കാനെത്തി. ചെളിയും പൊടിയും നിറഞ്ഞ ആ മുറിയിലേക്ക് വില കൂടിയ സ്യൂട്ടുകൾ അണിഞ്ഞ ആ എക്സിക്യൂട്ടീവുകൾ അറപ്പോടെയാണ് കടന്നുവന്നത്. അനന്യയുടെ മേശയ്ക്ക് ചുറ്റും കുന്നുകൂടി കിടക്കുന്ന പഴകിയ ഫയലുകളുടെ കൂമ്പാരം കണ്ട് വിക്രം പുച്ഛത്തോടെ ചിരിച്ചു. ആരും വർഷങ്ങളായി തുറന്നുപോലും നോക്കാത്ത ഈ പഴയ കടലാസുകൾ സൂക്ഷിച്ചുവെക്കാൻ എന്തിനാണ് കമ്പനി മാസം തോറും പണം കളയുന്നത്? ഇത്രയും വലിയൊരു സ്ഥലം വെറുതെ പാഴാക്കുകയാണല്ലോ, വിക്രം ഉറക്കെ ചോദിച്ചു. അനന്യ തന്റെ സീറ്റിൽ നിന്നെഴുന്നേറ്റ് വളരെ ശാന്തമായ സ്വരത്തിൽ മറുപടി പറഞ്ഞു. സർ, ഇതിൽ പലതും നിയമപരമായി കമ്പനി സൂക്ഷിക്കേണ്ട പ്രധാന രേഖകളാണ്. മറ്റു ചിലത് കമ്പനിയുടെ പഴയ സാമ്പത്തിക കരാറുകളാണ്. കമ്പനിയുടെ ചരിത്രം കൃത്യമായി സൂക്ഷിക്കുന്നത് ഭാവിയിൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. വിക്രം അതിപരിഹാസത്തോടെ ഉറക്കെ ചിരിച്ചു. അവനോടൊപ്പം വന്ന ഉദ്യോഗസ്ഥരും അത് കേട്ട് തലയാട്ടി ചിരിച്ചു. ചരിത്രം കൊണ്ട് മാത്രം കമ്പനിക്ക് പണമുണ്ടാക്കാൻ കഴിയില്ല പെണ്ണേ, വിക്രം അവളിലേക്ക് അടുത്തു വന്നുകൊണ്ട് പറഞ്ഞു. ഇവിടെയിരുന്ന് പഴയ കടലാസുകൾ അടുക്കിവെക്കുന്ന നിന്റെ ജോലിക്ക് അനുയോജ്യമായ ആശയമല്ല ഇത്. അനന്യ അവന്റെ കളിയാക്കലിനു മുന്നിൽ തലകുനിച്ചില്ല. അവനെ നേരിട്ട് നോക്കിയെങ്കിലും കൂടുതൽ തർക്കിക്കാൻ നിന്നില്ല. വിക്രമിന്റെ മുഖത്തെ ചിരിയിൽ യാതൊരു ദയയോ മനുഷ്യത്വവും ഉണ്ടായിരുന്നില്ല. അവൻ അവളെ വെറുമൊരു നിസ്സാരക്കാരിയായി തള്ളിക്കളഞ്ഞു. എന്നാൽ അധികം വൈകാതെ ആ കമ്പനിയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന ഒരു വലിയ സാമ്പത്തിക കൊടുങ്കാറ്റ് അവിടെ വീശിയടിക്കാൻ പോകുകയായിരുന്നു. ആർക്കൈവ്സ് വിഭാഗത്തിൽ വിക്രം സിംഘാനിയെ വന്ന് അനന്യയെ പരിഹസിച്ചു മടങ്ങിയതിനു ശേഷമുള്ള ദിവസങ്ങളിൽ കമ്പനിയിലുടനീളം വലിയ നിശബ്ദത പടർന്നുപിടിച്ചിരുന്നു. സാബർമതിയുടെ തീരത്തെ ആ കൂറ്റൻ ഗ്ലാസ് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ അനന്യ തന്റെ പതിവ് ജോലികളിൽ മുഴുകിയെങ്കിലും മുകളിലത്തെ നിലകളിൽ വലിയൊരു സാമ്പത്തിക കൊടുങ്കാറ്റ് രൂപപ്പെടുകയായിരുന്നു. കമ്പനിയുടെ വാർഷിക സാമ്പത്തിക വിശകലനവും രാജ്യാന്തര തലത്തിലുള്ള ഓഡിറ്റിംഗും അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരുന്ന ആ നിർണായക ഘട്ടത്തിലാണ് അക്കൗണ്ടിംഗ് വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെയും ഞെക്കിച്ചുകൊണ്ട് ആ വൻ വിടവ് കണ്ടെത്തുന്നത്. കമ്പനിയുടെ പ്രധാന സബ്സിഡിയറി ശാഖയുടെ പഴയ രേഖകളിൽ നിന്നും ഏകദേശം $60 ദശലക്ഷം, അതായത് ഇന്ത്യൻ രൂപയിൽ 500 കോടിയോളം രൂപ പൂർണ്ണമായും കാണാതായിരിക്കുന്നു. ആ വാർത്ത കമ്പനിയുടെ ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള എക്സിക്യൂട്ടീവ് മുറികളിൽ വലിയൊരു തീപ്പൊരി പോലെ പടർന്നുപിടിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഏതെങ്കിലും സിസ്റ്റം പിഴവാണോ അതോ അന്നത്തെ ഡയറക്ടർമാർ നടത്തിയ വൻ സാമ്പത്തിക തട്ടിപ്പാണോ എന്നുറപ്പിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്കായില്ല. ഡിജിറ്റൽ സെർവറുകളിലും കമ്പ്യൂട്ടർ ഡേറ്റാബേസുകളിലും തിരച്ചിൽ ഊർജിതമാക്കി. വൻകിട വിദേശ നിക്ഷേപകരും അന്താരാഷ്ട്ര ബാങ്കുകളും കമ്പനിയുടെ ഡേറ്റകളെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയതോടെ സാമ്പത്തിക വിപണിയിൽ കമ്പനിയുടെ ഓഹരി മൂല്യം കുത്തനെ ഇടിയുമെന്ന ഭയം ബോർഡ് അംഗങ്ങളെ വീർപ്പുമുട്ടിച്ചു. ഈ തുകയുടെ യഥാർത്ഥ വിവരങ്ങളടങ്ങിയ പഴയ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ക്രിമിനൽ കേസും ശതകോടികളുടെ പിഴയും കമ്പനി നേരിടേണ്ടി വരുമായിരുന്നു. അവസാനം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ ലീഗൽ ടീം ഒരു നിർദ്ദേശം മുന്നോട്ടുവച്ചു. ഡിജിറ്റൽ സംവിധാനങ്ങൾ നിലവിൽ വരുന്നതിനു മുൻപുള്ള പഴയ സാമ്പത്തിക കരാറുകളുടെ മൂലപ്രതികൾ ഇന്നും താഴത്തെ നിലയിലെ ആർക്കൈവ്സിൽ കടലാസ് രൂപത്തിൽ ഉണ്ടായേക്കാം. അതുവരെ ആർക്കൈവ്സിനെ വെറുമൊരു പൊടിപിടിച്ച മുറിയായും സാമ്പത്തിക ബാധ്യതയായും മാത്രം കണ്ട വിക്രം സിംഘാനിയയ്ക്ക് വേറെ വഴികളൊന്നുമില്ലായിരുന്നു. അവൻ തന്റെ പ്രധാന എക്സിക്യൂട്ടീവുകളോടൊപ്പം നേരിട്ട് താഴത്തെ നിലയിലേക്ക് കുതിച്ചെത്തി.
മുൻപ് ആർക്കൈവ്സ് അടച്ചുപൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അനന്യയെ അപമാനിക്കുകയും ചെയ്ത വിക്രം ഇത്തവണ നിർബന്ധിത ശാന്തതയോടെയാണ് കാര്യങ്ങൾ അവളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. 18 വർഷങ്ങൾക്ക് മുൻപുള്ള ആ നിർണായകമായ ആ സാമ്പത്തിക കരാറിന്റെ മൂലരേഖ കണ്ടെത്തിയേ തീരൂ എന്ന് അവൻ ഉത്തരവിട്ടു. അനന്യ കമ്പനി നേരിടുന്ന ആ വലിയ പ്രതിസന്ധിയുടെ ഗൗരവം മനസ്സിലാക്കി ഉടനടി ജോലിയിൽ പ്രവേശിച്ചു. മേലധികാരികളുടെ വെപ്രാളവും വിക്രമിന്റെ നെഞ്ചിടിപ്പും അവളിൽ യാതൊരു ചലനവുമുണ്ടാക്കിയില്ല. പകൽ വെളിച്ചം കടന്നുചെല്ലാത്ത ആ ഇരുണ്ട മുറിയിൽ കട്ടിയുള്ള ഫയൽ ബോക്സുകൾക്കിടയിലൂടെ അവൾ തിരച്ചിലാരംഭിച്ചു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. മുകളിലത്തെ എയർ കണ്ടീഷൻ ചെയ്ത ആഡംബര മുറികളിൽ എക്സിക്യൂട്ടീവുകൾ ആശങ്കയോടെ കാത്തിരുന്നു. നീണ്ട 6 മണിക്കൂറുകളോളം കട്ടപിടിച്ച പൊടിയും പഴകിയ കടലാസുമണവും നിറഞ്ഞ ആ മുറിയിൽ അവൾ ഓരോ പെട്ടിയും സൂക്ഷ്മമായി പരിശോധിച്ചു. ഒടുവിൽ അർദ്ധരാത്രിയോടടുത്ത് പൊടിപിടിച്ച ഒരു പഴയ ലെഡ്ജറിനുള്ളിൽ നിന്നും ആ ചരിത്രപ്രധാനമായ ഫയൽ അവൾ വേർതിരിച്ചെടുത്തു. ആ പ്രമാണം സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് ആ വലിയ സത്യം പുറത്തുവന്നത്. കാണാതായ ആ $60 ദശലക്ഷം ആരോ തട്ടിയെടുത്തതോ സിസ്റ്റത്തിൽ നിന്ന് അപ്രത്യക്ഷമായതോ ആയിരുന്നില്ല. മറിച്ച് കമ്പനിയെ ഭാവിയിലെ വൻ സാമ്പത്തിക തകർച്ചകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി 18 വർഷങ്ങൾക്ക് മുൻപുണ്ടാക്കിയ പ്രത്യേക നിയമപരമായ നിക്ഷേപ കരാറിലേക്ക് സുരക്ഷിതമായി മാറ്റപ്പെട്ടതായിരുന്നു. അതിസങ്കീർണമായ ആ സാമ്പത്തിക സുരക്ഷാ മാതൃകയും അതിനുള്ള കരാർപത്രവും സ്വന്തം ബുദ്ധിശക്തിയാൽ രൂപകൽപ്പിച്ചത് മറ്റാരുമായിരുന്നില്ല, അനന്യയുടെ അച്ഛൻ അശ്വിൻ ഷായായിരുന്നു. അനന്യ ആ പ്രമാണം കയ്യിലെടുത്ത് വിക്രമിന്റെ ഓഫീസിലെത്തി മേശപ്പുറത്ത് വെച്ചുകൊടുത്തു. ആ ഒറ്റ തെളിവ് സിംഘാനിയ ആൻഡ് മേത്ത ഗ്രൂപ്പിനെ വൻ നിയമപരമായ നാണക്കേടിൽ നിന്നും നാശത്തിൽ നിന്നും കരകയറ്റി. എന്നാൽ താൻ രാത്രി മുഴുവൻ അധ്വാനിച്ച് കണ്ടെത്തിയ രേഖ കമ്പനിക്കുണ്ടാക്കിക്കൊടുത്ത വലിയ ആശ്വാസം ചെറുതായിരുന്നിട്ടുപോലും വിക്രം അവളോട് ഒരു നന്ദി വാക്കുപോലും പറയാൻ തയ്യാറായില്ല. മറിച്ച് ഇത്രയും പ്രധാനപ്പെട്ട രേഖകൾ താഴത്തെ നിലയിൽ കൃത്യമായി തരംതിരിക്കാതെ ഇട്ടതാണ് ഇത്രയും വലിയ കുഴപ്പങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ആർക്കൈവ്സ് വിഭാഗത്തെയും അനന്യയെയും കുറ്റപ്പെടുത്തുകയായിരുന്നു. അനന്യ യാതൊരു പ്രകോപനവുമില്ലാതെ ശാന്തമായി തലകുനിച്ച് വീണ്ടും താഴത്തെ നിലയിലെ അവളുടെ പഴയ മുറിയിലേക്ക് തിരികെ നടന്നു. ആ രാത്രിയിൽ 3 വർഷത്തെ ജോലി ജീവിതത്തിനിടയിൽ ആദ്യമായി അനന്യ തന്റെ ടേബിളിന്റെ താഴത്തെ ആ വലിയ ഡ്രോയർ പൂട്ടുതുറന്നു. 12 വർഷമായി എങ്ങോട്ടും മാറ്റാതെ സൂക്ഷിച്ചുവെച്ചിരിക്കുന്ന അച്ഛന്റെ അവസാനത്തെ ഓർമ്മയായ ആ യെല്ലോ കവർ അവൾ പുറത്തെടുത്തു. മേശപ്പുറത്തെ ചെറിയ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അവൾ അച്ഛന്റെ വിരലടയാളങ്ങൾ പതിഞ്ഞ ആ പഴയ കടലാസിലേക്ക് നോക്കിയിരുന്നു. അവളുടെ വിരലുകൾ വിറച്ചുകൊണ്ടിരുന്നു. കവറിന്റെ ഒട്ടിച്ച ഭാഗത്ത് വിരൽ വെച്ചെങ്കിലും ഉള്ളിലെ സത്യങ്ങൾ തനിക്ക് താങ്ങാൻ കഴിയുമോ എന്ന ഭയത്താൽ അവൾ അത് തുറക്കാതെ തിരികെ ഡ്രോയറിൽ വെച്ച് പൂട്ടി. പിറ്റേ ദിവസം രാവിലെ കമ്പനിയിൽ അടിയന്തര ബോർഡ് യോഗം വിളിച്ചു ചേർക്കപ്പെട്ടു. സീനിയർ ഡയറക്ടർമാർ, വൻകിട ഇൻവെസ്റ്റർമാർ, പ്രമുഖ ലീഗൽ ടീം എന്നിവരെയെല്ലാം സാക്ഷി നിർത്തി വിക്രം തന്നെയായിരുന്നു യോഗം നയിച്ചിരുന്നത്. അപ്രതീക്ഷിതമായി അനന്യയ്ക്ക് മുകളിലത്തെ ഗ്ലാസ് ഭിത്തികളുള്ള പ്രധാന കോൺഫറൻസ് മുറിയിലേക്ക് വിളിവന്നു. അവൾ അകത്തേക്ക് കടന്നപ്പോൾ അവിടെയുള്ള സകലരുടെയും കണ്ണുകൾ അവളുടെ മേലായിരുന്നു. തിളങ്ങുന്ന ആ വലിയ മേശയുടെ അറ്റത്ത് വിക്രം സിംഘാനിയ ഇരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുന്നിൽ ഗ്ലാസ് മേശപ്പുറത്തിരിക്കുന്നത് അവളുടെ ജീവനായ ആ പഴയ യെല്ലോ കവറായിരുന്നു. അത് കണ്ടതും അനന്യയുടെ രക്തം തണുത്തുറഞ്ഞു. തന്റെ സമ്മതമില്ലാതെ തന്റെ സ്വകാര്യ ഡ്രോയറിന്റെ പൂട്ട് തകർത്ത് ആരോ ആ കവർ മോഷ്ടിച്ചുകൊണ്ടുവന്നിരിക്കുന്നു. വിക്രം ആ കവർ തന്റെ വിരലുകൾക്കിടയിൽ പിടിച്ച് ബോർഡ് അംഗങ്ങൾക്ക് കാണിച്ചുകൊടുത്തു. ഇന്നലെ നമ്മൾ കണ്ടെത്തിയ അശ്വിൻ ഷായുടെ കരാർ രേഖ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ പക്കൽ നിന്നും ഈ രഹസ്യ കവർ ലഭിച്ചിരിക്കുന്നു. കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങളിൽ സ്വാധീനമുള്ള എന്തോ വലിയ വിവരം ഇതിലുമുണ്ടെന്ന് ബോർഡ് സംശയിക്കുന്നു. അതുകൊണ്ട് കമ്പനിയുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട ഈ കവർ ഇവിടെ വെച്ച് തുറക്കേണ്ടതുണ്ട്. വിക്രം ആജ്ഞാപിച്ചു. എന്റെ അനുവാദമില്ലാതെ എന്റെ സ്വകാര്യ മേശ തുറക്കാൻ നിങ്ങൾക്കെന്താണ് അവകാശം? അനന്യ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു. വിക്രം പരിഹാസത്തോടെ ചിരിച്ചു. ഈ കെട്ടിടവും ഇതിനുള്ളിലെ ഓരോ ഇഞ്ചും സിംഘാനിയ ഗ്രൂപ്പിന്റെ സ്വത്താണ്. ഇവിടെ ജോലി ചെയ്യുന്ന നിന്റെ സ്വകാര്യതയേക്കാൾ വലുതാണ് കമ്പനിയുടെ താൽപര്യം. തുടർന്ന് അവൻ ആ വലിയ മുറിയിലുള്ള എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് അവളെ നാണം കെടുത്താൻ തുടങ്ങി. അവളുടെ ലളിതമായ സാരിയിലേക്കും പഴയ ചെരുപ്പുകളിലേക്കും നോക്കി അവൻ ഉറക്കെ കളിയാക്കി.
ഈ പഴകിയ കവറിൽ നിന്റെ ജീവിതം മാറ്റാൻ പോകുന്ന എന്തോ വലിയ നിധിയുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ അത് തെളിയിക്കാൻ നിനക്കൊരവസരം തരാം. ഈ കവർ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഉറക്കെ വായിക്കാൻ തയ്യാറായാൽ ഞാൻ നിനക്ക് $1,00,000 തരാം. നിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അത് വലിയൊരാശ്വാസമായിരിക്കും. മുറിയിലുണ്ടായിരുന്ന മറ്റു പ്രമുഖരും വിക്രമിനോടൊപ്പം ചേർന്ന് പൊട്ടിച്ചിരിച്ചു. അനന്യ തകർന്നുപോകുമെന്നും അപമാനം സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുമെന്നുമായിരുന്നു വിക്രം കരുതിയത്. എന്നാൽ അനന്യ തളർന്നില്ല. അവൾ പതിയെ മുന്നോട്ടു നടന്നു. മേശപ്പുറത്തിരുന്ന ആ കവർ കൈയിലെടുത്തു. അച്ഛന്റെ കൈപ്പടയിലേക്ക് നോക്കിയപ്പോൾ അവളുടെ ഉള്ളിൽ വലിയൊരു പ്രകാശം നിറഞ്ഞു. അവൾ പതിയെ ആ കവർ പൊട്ടിച്ചു. ഉള്ളിൽ നിന്ന് ഒരു പഴയ കത്തും ഒരു വലിയ നിയമപരമായ ആദരവുമാണ് പുറത്തുവന്നത്. അനന്യ ആ കത്ത് നിശബ്ദമായി വായിക്കാൻ തുടങ്ങി. അശ്വിൻ ഷായുടെ വരികൾ അവളുടെ മനസ്സിനെ ഉലച്ചെങ്കിലും അവൾ ധൈര്യം സംഭരിച്ചു. മോളെ അനന്യ, നീ ഇത് വായിക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ടാകില്ല. 18 വർഷങ്ങൾക്ക് മുൻപ് ഈ കമ്പനി വലിയൊരു അഴിമതിയിലൂടെ കടന്നുപോയപ്പോൾ അന്നത്തെ എക്സിക്യൂട്ടീവുകൾ ചേർന്ന് കമ്പനിയുടെ ശതകോടികളുടെ രൂപ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അന്നത്തെ സ്ഥാപകനായ സിംഘാനിയ സാബ് സാധാരണക്കാരായ ജോലിക്കാർക്ക് വേണ്ടി മാറ്റിവെച്ച എംപ്ലോയി ട്രസ്റ്റ് തട്ടിയെടുക്കാൻ ഞാൻ അവരെ അനുവദിച്ചില്ല. കമ്പനിയുടെ ലാഭത്തിൽ നിന്നുള്ള പങ്കുപറ്റി ജീവനക്കാരുടെ ചികിത്സയ്ക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അടിയന്തര ആവശ്യങ്ങൾക്കുമായി അദ്ദേഹമുണ്ടാക്കിയ ആ ട്രസ്റ്റ് ഞാൻ നിയമപരമായി ഒരു സ്വതന്ത്ര ഫൗണ്ടേഷനിലേക്ക് മാറ്റി സ്ഥാപിച്ചു. അതിന്റെ പൂർണ്ണ ട്രസ്റ്റി അവകാശവും നിയന്ത്രണവും എന്റെ മകൾ അനന്യ ഷാ എന്ന പേരിലാണ് ഞാൻ പത്രത്തിൽ എഴുതിവെച്ചിരിക്കുന്നത്. കത്തിൽ പറഞ്ഞിരുന്ന ആ പ്രധാന നിയമപ്രമാണം അനന്യ മേശപ്പുറത്തേക്ക് വെച്ചു. കമ്പനിയുടെ പ്രധാന അഭിഭാഷകൻ അത് ഞെട്ടലോടെ എടുത്തുവായിച്ചു. ഇത് അവിശ്വസനീയമാണ് സർ, അഭിഭാഷകൻ വിക്രമിനോട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഈ ഫൗണ്ടേഷന്റെ ഇപ്പോഴത്തെ വിപണിമൂല്യം $112 ആണ്, അതായത് 9,000 കോടി രൂപ. ഇതിന്റെ പൂർണ്ണ നിയന്ത്രണാധികാരം അനന്യ ഷായ്ക്ക് മാത്രമാണ്. കോൺഫറൻസ് മുറിയിലുള്ള സകലരും തരിച്ചുപോയി. വിക്രം സിംഘാനിയയ്ക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. അല്പം മുൻപ് $1,00,000 കാട്ടി താൻ പരിഹസിച്ച ലളിതമായ വസ്ത്രം ധരിച്ച ആ സാധാരണ പെൺകുട്ടിയാണ് ഇപ്പോൾ $112 ഫൗണ്ടേഷന്റെ ഏക അവകാശി. അനന്യ വിക്രമിന്റെ വിളറി വെളുത്ത മുഖത്തേക്ക് നേരിട്ട് നോക്കി. എന്നിട്ട് ആ പ്രമാണം മേശപ്പുറത്തേക്ക് പതിയെ വെച്ചുകൊണ്ട് ആ മുറിയെ നിശ്ചലമാക്കിയ ആ 6 വാക്കുകൾ പറഞ്ഞു. നിങ്ങൾ ഇതിനകം ഇതിന് വില പഴകിയതാണ്. വിക്രം പകപ്പോടെ ചോദിച്ചു. നീ എന്താണ് പറയുന്നത്? അനന്യ തുടർന്നു. അതെ, കമ്പനിയിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട പണം നിങ്ങളുടെ പിതാവ് പണ്ട് തട്ടിയെടുത്തതാണ്. ആ പണമാണ് ഇന്ന് പലിശയും ചേർന്ന് ഈ ഫൗണ്ടേഷനിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ എനിക്ക് തരുന്ന ആനുകൂല്യമല്ല, ഇതിനുള്ള വില ഈ കമ്പനി പണ്ടേ നൽകിയതാണ്. ഇന്ന് ഞാനിതിന്റെ ട്രസ്റ്റി എന്ന നിലയിൽ ഈ പൂർണ്ണ പണവും കമ്പനിയിലെ സാധാരണ ജീവനക്കാർക്ക് തിരികെ നൽകാൻ പോകുന്നു. അഹങ്കാരത്തിന്റെ കൊടുമുടിയിലായിരുന്ന വിക്രം സിംഘാനിയയ്ക്ക് ആ നിമിഷം ഭൂമി പിളർന്നു മാറുന്നതുപോലെ തോന്നി. കോൺഫറൻസ് മുറിയിലെ തിളങ്ങുന്ന ഗ്ലാസ് മേശപ്പുറത്ത് ആ പഴയ നിയമരേഖകളും അശ്വിൻ ഷാ എഴുതിയ കത്തും നിശ്ചലമായി കിടന്നു. എയർ കണ്ടീഷണറിന്റെ നേർത്ത മൂളൽ ശബ്ദമൊഴിച്ചാൽ അവിടെയുണ്ടായിരുന്ന 30ഓളം വരുന്ന ഉന്നത എക്സിക്യൂട്ടീവുകളുടെയും വൻകിട ഇൻവെസ്റ്റർമാരുടെയും ബോർഡ് അംഗങ്ങളുടെയും ശ്വാസമെടുപ്പ് പോലും നിലച്ചമട്ടായിരുന്നു. അല്പം മുൻപുവരെ അനന്യയുടെ ലളിതമായ വസ്ത്രധാരണത്തെയും അവളുടെ ദരിദ്രാവസ്ഥയെയും നോക്കി പരിഹസിച്ചു ചിരിച്ചവർ ഇപ്പോൾ പരസ്പരം ഭയത്തോടെയും അമ്പരപ്പോടെയും നോക്കുകയാണ്. അഹങ്കാരത്തിന്റെയും അധികാരത്തിന്റെയും പരമോന്നത സിംഹാസനത്തിലിരുന്ന വിക്രം സിംഘാനിയയുടെ കൈയിലിരുന്ന വിലകൂടിയ പേന തറയിലേക്ക് ഊർന്നുവീണു. അവന്റെ മുഖത്തെ ചോര വറ്റി വിളറി വെളുത്ത ഒരവസ്ഥയിലേക്ക് അവൻ മാറിയിരുന്നു. കമ്പനിയുടെ ചീഫ് ലീഗൽ ഓഫീസർ ഹർഷദ് മേത്ത തന്റെ കട്ടിക്കണ്ണട ഊരിത്തുടച്ച് വിറയ്ക്കുന്ന വിരലുകളോടെ ആ പ്രമാണങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചു നോക്കി. ഒരു വാക്കുപോലും തെറ്റാതെ എല്ലാ അന്താരാഷ്ട്ര തൊഴിൽ നിയമവശങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് തയ്യാറാക്കിയ രേഖകളായിരുന്നു അത്. സർ, ലീഗൽ ഓഫീസർ ഇടറിയ സ്വരത്തിൽ വിക്രമിനോട് പറഞ്ഞു. ഇതിൽ ഒരു തരുമ്പുപോലും പൊരുത്തക്കേടില്ല. 18 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ പിതാവ് സീനിയർ മാനേജ്മെന്റിന്റെ ഒത്താശയോടെ കമ്പനിയുടെ ഔദ്യോഗിക ബുക്കുകളിൽ നിന്ന് തന്ത്രപൂർവ്വം നീക്കം ചെയ്ത ആ എംപ്ലോയി വെൽഫെയർ ട്രസ്റ്റ് അന്നത്തെ ചീഫ് അനലിസ്റ്റ് അശ്വിൻ ഷാ നിയമപരമായി ഒരു പ്രൈവറ്റ് ചാരിറ്റബിൾ ഫൗണ്ടേഷനായി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് അന്നത്തെ കാലത്ത് നീക്കിവെച്ച $5 ദശലക്ഷം ഇതിന്റെ മൂലധനം. കഴിഞ്ഞ 18 വർഷമായി അന്താരാഷ്ട്ര വിപണിയിലെ ഏറ്റവും സുരക്ഷിതമായ ഗവൺമെന്റ് ബോണ്ടുകളിൽ ഈ തുക നിക്ഷേപിക്കപ്പെട്ടിരുന്നു.
ഇന്നതിന്റെ പലിശയും മൂല്യവർദ്ധനവും ചേർത്ത് $112 അക്കൗണ്ടിൽ കൈവശമുണ്ട്. അഭിഭാഷകൻ അല്പം നിർത്തി. അനന്യയെ ഭയഭക്തി ബഹുമാനങ്ങളോടെ നോക്കിക്കൊണ്ട് തുടർന്നു. ഈ ഫൗണ്ടേഷന്റെ ഏക ലക്ഷ്യം കമ്പനിയിലെ താഴ്ന്ന തട്ടിലുള്ള തൊഴിലാളികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്നതു മാത്രമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഈ തുകയുടെ $1 പോലും കൈകാര്യം ചെയ്യാനോ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനോ ഫണ്ട് കമ്പനി അക്കൗണ്ടിലേക്ക് തിരിച്ചുവിടാനോ ബോർഡ് ഓഫ് ഡയറക്ടർമാർക്കോ കമ്പനി സിഇഒയ്ക്കോ യാതൊരു അധികാരവുമില്ല. ഇതിന്റെ പൂർണ്ണമായ ഭരണാധികാരവും നിയന്ത്രണവും അശ്വിൻ ഷായുടെ മകളായ അനന്യ ഷായ്ക്ക് മാത്രമാണ്. അവൾ ഒപ്പിടാതെ ഈ കമ്പനിക്ക് ഇനിയൊരു വലിയ സാമ്പത്തിക തീരുമാനവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല. ഹാളിലുണ്ടായിരുന്ന ബോർഡ് അംഗങ്ങൾക്കിടയിൽ വലിയൊരു അസംതൃപ്തിയും ബഹളവും ഉടലെടുത്തു. കമ്പനിയുടെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപകനായ ഭട്ടാചാര്യ സീറ്റിൽ നിന്നെഴുന്നേറ്റു. വിക്രം, ഇതാണോ താൻ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ കമ്പനി മാനേജ്മെന്റ്? കമ്പനിയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു നിയമപരമായ വീഴ്ചയും തട്ടിപ്പും നടന്നിട്ട് താൻ ഇതൊന്നും അറിഞ്ഞില്ലേ? തൊഴിൽ നിയമമനുസരിച്ച് ഈ ട്രസ്റ്റ് വിൽക്കാനോ മറച്ചുവെക്കാനോ ശ്രമിച്ചത് വൻ കുറ്റകൃത്യമാണ്. ഇത് പുറത്തുപോയാൽ നമ്മുടെ കമ്പനിയുടെ അന്താരാഷ്ട്ര ലൈസൻസ് തന്നെ റദ്ദാക്കപ്പെടും. നാളെ രാവിലെ ഓഹരി വിപണി തുറക്കുമ്പോൾ കമ്പനിയുടെ മൂല്യം 0 മാറും. വിക്രം ഒന്നും മിണ്ടിയില്ല. അവൻ അനന്യയിലേക്ക് കണ്ണുകളയച്ചു. അല്പം മുൻപ് $1 കാട്ടി താൻ പരിഹസിച്ച ആ ലളിതമായ കോട്ടൺ സാരി ധരിച്ച ആ പെൺകുട്ടി ഇപ്പോൾ ഒരു പർവ്വതം പോലെ അവന്റെ മുന്നിൽ നിവർന്നു നിൽക്കുകയാണ്. അവളിൽ യാതൊരുവിധ അഹങ്കാരമോ ജയത്തിന്റെ അലർച്ചയോ ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ ശാന്തവും എന്നാൽ ആഴമേറിയതുമായ ഒരു പ്രകാശം മാത്രമാണുണ്ടായിരുന്നത്. അനന്യ പതിയെ മേശപ്പുറത്തിരുന്ന അച്ഛന്റെ കത്തിലേക്ക് നോക്കി. അവളുടെ മനസ്സിൽ അച്ഛന്റെ രൂപം തെളിഞ്ഞുവന്നു. ഓഫീസിലെ കടുത്ത ജോലിഭാരത്തിനിടയിലും വീട്ടിലെത്തുമ്പോൾ തന്നോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ച ആ ലളിതമായി ജീവിച്ച ആ വലിയ മനുഷ്യൻ. എന്തുകൊണ്ട് അച്ഛൻ തന്റെ ജീവിതാവസാനം വരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടും ഈ കോടിക്കണക്കിന് രൂപ സ്വന്തം ആവശ്യത്തിനുപയോഗിച്ചില്ല എന്ന ചോദ്യത്തിനുള്ള മറുപടി ആ കത്തിലെ ഓരോ വരികളിലും വ്യക്തമായിരുന്നു. അവൾ കത്തിന്റെ ബാക്കി ഭാഗം ആ മുറിയിലുള്ള എല്ലാവരും കേൾക്കെ ഉറക്കെ വായിക്കാൻ തുടങ്ങി. മോളെ, ഈ പണം നമ്മുടേതല്ല. തങ്ങളുടേതല്ലാത്ത തെറ്റുകൾക്ക് വില നൽകേണ്ടിവരുന്ന, കമ്പനികൾക്ക് വേണ്ടി സ്വന്തം ആയുസ്സും വിയർപ്പും ഹോമിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടേതാണ്. വലിയ കോർപ്പറേറ്റ് മുറികളിലിരുന്ന് ആളുകളുടെ ജീവിതം വെറും അക്കങ്ങളായി വെട്ടിനിരത്തുന്ന വലിയ മുതലാളിമാർക്കിടയിൽ ഈ പണം സുരക്ഷിതമായിരിക്കില്ല എന്നെനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതൊരു ട്രസ്റ്റായി മാറ്റി സ്ഥാപിച്ചത്. നീ ജീവിതത്തിൽ പക്വതയുള്ളവളും കാര്യങ്ങൾ ശരിയായി തിരിച്ചറിയാൻ പ്രാപ്തിയുള്ളവളുമാകുന്നതുവരെ ഇത് നിന്റെ കൈകളിലെത്തരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. നീ ഇത് വായിക്കുമ്പോൾ അനീതിക്കെതിരെ പോരാടാനുള്ള ധൈര്യവും നീതിബോധവും നിനക്കുണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കത്ത് വായിച്ചു നിർത്തപ്പോൾ അനന്യയുടെ ശബ്ദം വിറച്ചിരുന്നില്ല. പകരം അതാ വലിയ കോൺഫറൻസ് ഹാളിൽ മുഴങ്ങിക്കേട്ടു. അവൾ വിക്രമിന്റെ നേരെ തിരിഞ്ഞു. വിക്രം സിംഘാനിയ, അല്പം മുൻപ് എന്നെ പരിഹസിച്ചുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ലേ ഈ പഴയ കടലാസിന് എന്താണ് വിലയെന്ന്? ഈ കത്തിൽ എന്റെ അച്ഛൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഈ കെട്ടിടം പണിതുയർത്താൻ ചോരയൊഴുക്കിയ 100 കണക്കിന് സാധാരണ മനുഷ്യരുടെ ജീവന്റെ അവകാശങ്ങളാണ്. നിങ്ങൾ വിചാരിച്ചത് നിങ്ങളുടെ പണം കൊണ്ട് ഈ ലോകത്തിലെ സകലത്തെയും വാങ്ങാമെന്നാണ്. എന്റെ ദാരിദ്ര്യത്തെയും സഹനത്തെയും $1 കാട്ടി വിലക്കെടുക്കാം എന്ന് നിങ്ങൾ അഹങ്കരിച്ചു. എന്നാൽ എന്റെ അച്ഛൻ എനിക്ക് തന്നത് പണം കൊണ്ടളക്കാൻ കഴിയാത്ത ആത്മവിധാനവും നീതിബോധവുമാണ്. വിക്രം പതറിയ സ്വരത്തിൽ പറഞ്ഞു. അനന്യ, നമുക്കിത് സംസാരിച്ചു തീർക്കാം. കമ്പനിക്ക് തകർച്ച വരാത്ത രീതിയിൽ ഈ ഫൗണ്ടേഷൻ നമുക്ക് കമ്പനിയുമായി ലയിപ്പിക്കാം. നിനക്കെന്ത് പദവിയാണ് വേണ്ടതെങ്കിലും ഞാൻ തരാം. കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡിൽ നിനക്ക് ഉന്നത സ്ഥാനം തരാം. നീ ആവശ്യപ്പെടുന്നത്ര വലിയ ശമ്പളവും നൽകാം. അനന്യ ദയനീയമായി പുഞ്ചിരിച്ചു. അധികാരവും പദവിയും എനിക്ക് അച്ഛൻ പണ്ടേ തന്നുകഴിഞ്ഞു വിക്രം. അതിന് നിങ്ങളുടെ ദയയുടെയോ ആനുകൂല്യത്തിന്റെയോ ആവശ്യമില്ല. ഈ $112 ഞാൻ എന്റെ സ്വന്തം സുഖസൗകര്യങ്ങൾക്കായി ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പോകുന്നില്ല. ഈ കമ്പനിയിൽ 20-30 വർഷമായി ജോലി ചെയ്തിട്ടും ഒരു നന്ദി വാക്കുപോലും കേൾക്കാതെ തുച്ഛമായ ശമ്പളത്തിൽ ജീവിക്കുന്ന സാധു മനുഷ്യരുണ്ട്. അവരിലേക്ക് ഈ പണം തിരികെയെത്തും. എന്റെ അച്ഛന്റെ നാമത്തിൽ അശ്വിൻ ഷാ എംപ്ലോയി ഫൗണ്ടേഷൻ ഇന്നു മുതൽ പൂർണ്ണതോതിൽ പ്രവർത്തനമാരംഭിക്കുകയാണ്. ആ വാക്കുകൾ കേട്ട ബോർഡ് അംഗങ്ങളും ഡയറക്ടർമാരും അമ്പരന്നു. തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് കേവലം ഒരു ആർക്കൈവ് അസിസ്റ്റന്റ് അല്ലെന്നും മറിച്ച് തങ്ങളുടെ കമ്പനിയുടെ നാളകളെ തീരുമാനിക്കാൻ ശേഷിയുള്ള ഒരു വലിയ മനസ്സാണെന്നും അവർ തിരിച്ചറിഞ്ഞു.
അനന്യ ആ കത്ത് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അച്ഛന്റെ കയ്യൊപ്പ് പതിച്ച ആ പഴയ കടലാസ് കഷ്ണം വെറുമൊരു സ്വത്തുവിവരമായിരുന്നില്ല, മറിച്ച് അഹങ്കാരത്തിന്റെയും ക്രൂരതയുടെയും വൻമതിലുകളെ തകർത്തെറിയുന്ന സത്യത്തിന്റെ ആയുധമായിരുന്നു. അർദ്ധരാത്രിയിൽ ആ കോൺഫറൻസ് മുറിയിൽ വെച്ച് തന്റെ അച്ഛൻ തനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം പണമല്ല, മറിച്ച് തലയുയർത്തിപ്പിടിച്ചു ജീവിക്കാനുള്ള ആത്മവിഭാനവും പാവപ്പെട്ടവരെ ചേർത്തു പിടിക്കാനുള്ള മനസ്സുമാണെന്ന് അവൾ പൂർണ്ണമായി തിരിച്ചറിഞ്ഞു. അവൾ വിക്രമിനെയും മറ്റു ബോർഡ് അംഗങ്ങളെയും നോക്കി അവസാനമായി പറഞ്ഞു, നാളെ രാവിലെ മുതൽ ഈ കമ്പനിയിലെ ഓരോ തൊഴിലാളിക്കും തങ്ങൾ തനിച്ചല്ലെന്ന ബോധ്യമുണ്ടാകും. അതുമാത്രമാണ് എന്റെ അച്ഛൻ നൽകിയ സമ്മാനം. അതു പറഞ്ഞുകൊണ്ട് അവൾ ആ കോൺഫറൻസ് മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. കോൺഫറൻസ് മുറിയുടെ ഭാരമേറിയ ഗ്ലാസ് വാതിലുകൾ അടഞ്ഞു. കമ്പനിയുടെ 60-ാം നിലയിൽ ഉറഞ്ഞുപോയ കനത്ത നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അനന്യ പതിയെ ലിഫ്റ്റിലേക്ക് നടന്നു. തിളങ്ങുന്ന മാർബിൾ തറയിലൂടെ താഴത്തെ നിലയിലേക്ക് തിരികെ നടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ പകയോ പ്രതികാരചിന്തകളോ ആരോടെങ്കിലും ദേഷ്യമോ ഉണ്ടായിരുന്നില്ല. അഹമ്മദാബാദിലെ വലിയ ബിസിനസ് സാമ്രാജ്യമായ ഈ കമ്പനിയെയും അതിന്റെ സർവാധികാരിയായ വിക്രം സിംഘാനിയ എന്ന അഹങ്കാരിയായ സിഇഒയെയും ഒറ്റ നിമിഷം കൊണ്ട് പൊതുസമക്ഷത്തിൽ നാണം കെടുത്താനും ചവിട്ടിത്താഴ്ത്താനും അവൾക്ക് നിയമപരമായി പൂർണ്ണ അവകാശമുണ്ടായിരുന്നു. മാധ്യമങ്ങളെ വിളിച്ച് ഈ വൻ അഴിമതി വിവരങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ, സിംഘാനിയ കുടുംബത്തിന്റെ വർഷങ്ങളുടെ അഭിമാനവും പാരമ്പര്യവും മണിക്കൂറുകൾക്കുള്ളിൽ തകർന്ന് തരിപ്പണമാകുമായിരുന്നു. കമ്പനിയുടെ ഓഹരി മൂല്യം കുത്തനെ ഇടിയുകയും ബോർഡ് അംഗങ്ങൾ ജയിലിലാകുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അനന്യ ആ പ്രതികാരത്തിന്റെ വഴി തിരഞ്ഞെടുത്തില്ല. കാരണം കേവലമൊരു വ്യക്തിയെ തകർക്കുക എന്നതായിരുന്നില്ല അച്ഛന്റെ ലക്ഷ്യം, മറിച്ച് അനീതി കാരണം കഷ്ടപ്പെട്ടവർക്ക് അർഹതപ്പെട്ട നീതി ഉറപ്പാക്കുക എന്നതായിരുന്നു അശ്വിൻ ഷാ എന്ന വലിയ മനുഷ്യന്റെ യഥാർത്ഥ സ്വപ്നം. അച്ഛൻ കാത്തുസൂക്ഷിച്ച പരിശുദ്ധമായ ഓർമ്മകളെ പ്രതികാരത്തിനുള്ള ആയുധമാക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. ആത്മാഭിമാനവും നീതിബോധവുമാണ് തനിക്ക് അച്ഛൻ നൽകിയ ഏറ്റവും വലിയ ആസ്തിയെന്ന് അവൾ വിശ്വസിച്ചു. പിറ്റേന്ന് രാവിലെ കമ്പനി തുറന്നപ്പോൾ അഹമ്മദാബാദിലെ ആ വലിയ കോർപ്പറേറ്റ് കെട്ടിടത്തിലെ അന്തരീക്ഷം ആകെ മാറിയിരുന്നു. പതിവുപോലെ രാവിലെ 8 മണിക്ക് ജോലിസമയം ആരംഭിച്ചെങ്കിലും ജീവനക്കാർക്കിടയിൽ നിഗൂഢമായ ഏതോ ഒരു പുതിയ മാറ്റത്തിന്റെ അലയലികൾ ദൃശ്യമായിരുന്നു. തലേന്ന് രാത്രിയിൽ മുകളിലത്തെ കോൺഫറൻസ് മുറിയിൽ നടന്ന സംഭവവികാസങ്ങൾ ഒരു കാട്ടുതീ പോലെ കമ്പനിയിലുടനീളം പടർന്നുപിടിച്ചിരുന്നു. അന്നുവരെ താഴത്തെ നിലയിൽ പൊടിപിടിച്ച ആർക്കൈവ്സ് മുറിയിൽ ആരും ശ്രദ്ധിക്കാതെയിരുന്ന ലളിതമായ സാരി ധരിച്ചു നടന്നിരുന്ന അനന്യ ഷാ എന്ന 28-കാരിയായ പെൺകുട്ടിയാണ് ഇപ്പോൾ ഈ ശതകോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ശക്തിയെന്ന് വലിയ മേലധികാരികൾ മുതൽ താഴെത്തട്ടിലുള്ള ജീവനക്കാർ വരെ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഉയർന്ന ഉദ്യോഗസ്ഥർ അവളോട് സംസാരിക്കുമ്പോൾ ഒരുവിധം ഭയത്തോടെയും വലിയ ബഹുമാനത്തോടെയുമാണ് പെരുമാറിയത്. ഉച്ചയോടടുത്തപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിക്രം സിംഘാനിയ നേരിട്ട് താഴത്തെ നിലയിലെ ആർക്കൈവ്സ് മുറിയിലേക്ക് നടന്നെത്തി. മുൻപ് അകമ്പടി സേവിച്ചിരുന്ന വിലകൂടിയ സൂട്ടണിഞ്ഞ എക്സിക്യൂട്ടീവുകളും മുഖത്ത് അഹങ്കാരത്തിന്റെ ഭാവങ്ങളോ ഇല്ലാതെ തികച്ചും ഏകനായി വിറയ്ക്കുന്ന കാലുകളോടെയാണ് അവൻ അങ്ങോട്ട് വന്നത്. ആ ഇരുണ്ട മുറിയുടെ വാതിൽക്കൽ അവൻ അല്പസമയം നിന്നു. താൻ പണ്ട് അവഹേളിച്ച ആ പൊടിപിടിച്ച ഫയലുകൾക്ക് നടുവിലിരുന്ന് താൻ നൽകുന്ന ജോലി ചെയ്യുന്ന അനന്യയെ അവൻ കുറ്റബോധത്തോടെ നോക്കി നിന്നു. അവൻ പതിയെ മുറിക്കുള്ളിലേക്ക് കടന്നുവന്നു. അനന്യ, വിക്രം തികച്ചും താഴ്ന്ന സ്വരത്തിൽ പതർച്ചയോടെ വിളിച്ചു. അനന്യ തന്നെ കയ്യിലിരുന്ന പഴയ ഫയൽ താഴെ വെച്ച് ശാന്തമായി അവനെ നോക്കി. അവന്റെ മുഖത്തുണ്ടായിരുന്ന ക്രൂരതയും നിർദ്ദയത്വവും പൂർണ്ണമായും അപ്രത്യക്ഷമായിരുന്നു. അവന്റെ കണ്ണുകളിൽ ഭയവും വലിയ പശ്ചാത്താപവും വ്യക്തമായി പ്രകടമായിരുന്നു. ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാണ്, വിക്രം അവളുടെ മേശയ്ക്ക് മുന്നിലെ ഒരു സാധാരണ കസേരയിലേക്ക് അമർന്നിരുന്നുകൊണ്ട് പറഞ്ഞു. ഇന്നലെ രാത്രിക്ക് ശേഷം എനിക്കൊരു നിമിഷം പോലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്റെ ജീവിതത്തിലുടനീളം ഞാൻ വിശ്വസിച്ചിരുന്നത് പണവും അധികാരം കാണിക്കലുമാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ കരുത്ത് എന്നാണ്. ആളുകളെ ഭയപ്പെടുത്തി നിർത്തുന്നതാണ്, അവരെ അടിച്ചമർത്തുന്നതാണ് ശരിയായ നേതൃത്വമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എന്നാൽ ഇന്നലെ രാത്രി ആ വലിയ കോൺഫറൻസ് മുറിയിൽ വെച്ച് നീ എന്നെ പഠിപ്പിച്ചത് ആ ചിന്തകളുടെ അസാരതയാണ്. $1 മില്യൺ കാട്ടി ഞാൻ നിന്നെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോഴും നീ എന്നോട് കാണിച്ച ആ ശാന്തതയും എന്നോട് പ്രതികാരം ചെയ്യാതെ കാണിച്ച ദയയുമാണ് എന്നെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായും തകർത്തു കഴിഞ്ഞത്. എനിക്കെന്റെ തെറ്റു മനസ്സിലാകുന്നു. അനന്യ ശാന്തയായി അവന്റെ വാക്കുകൾ കേട്ടിരുന്നു. അവൾ പതിയെ ചോദിച്ചു, വിക്രം സർ,
നിങ്ങളെന്നെ വ്യക്തിപരമായി അപമാനിച്ചതിലല്ല എന്റെ ഒട്ടും വിഷമം. കാരണം എനിക്കെന്റെ മൂല്യം അറിയാമായിരുന്നു. എന്നാൽ ഈ വലിയ കെട്ടിടത്തിലെ ഇരുണ്ട മൂലകളിൽ രാപ്പകലില്ലാതെ വിയർപ്പൊഴുകുന്ന പാവം മനുഷ്യരെ, സാധാരണ ജീവനക്കാരെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടിരുന്നത്? അവരും മനുഷ്യരാണെന്നും അവർക്കും കുടുംബവും കണ്ണീരുമുണ്ടെന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിക്രം നാണക്കേടോടെ തലതാഴ്ത്തി. എനിക്ക് വലിയ തെറ്റുപറ്റി അനന്യ. എന്റെ മുത്തശ്ശൻ കമ്പനി സ്ഥാപിച്ച കാലത്ത് തൊഴിലാളികൾക്കു വേണ്ടിയുണ്ടാക്കിയ ആ ട്രസ്റ്റ് എന്റെ പിതാവ് മറച്ചുവെച്ചപ്പോൾ അത് അനീതിയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മറിച്ച് തൊഴിലാളികളെ വെറും ലാഭമുണ്ടാക്കാനുള്ള അക്കങ്ങളായി, യന്ത്രങ്ങളായി ഞാൻ കണ്ടു. എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കുക. നീ പറയുന്ന ഏതു വ്യവസ്ഥയും നിബന്ധനയും പൂർണ്ണമായും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ വലിയ ഫൗണ്ടേഷൻ ഇനി എങ്ങനെ മുന്നോട്ടു കൊണ്ടുപോകണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നീ പറയുന്നതുപോലെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അനന്യ തന്റെ നിലപാട് വളരെ വ്യക്തമായും ദൃഢമായും പ്രഖ്യാപിച്ചു. ഈ $112 മില്യൺ, ഏകദേശം 9,000 കോടി രൂപ ഉപയോഗിച്ച് പുനരുജ്ജീവിപ്പിക്കുന്ന അശ്വിൻ ഷാ എംപ്ലോയി ഫൗണ്ടേഷൻ തികച്ചും സ്വതന്ത്രമായ ഒരു ബോഡിയായിരിക്കും. അതിൽ കമ്പനി മാനേജ്മെന്റിനോ വിക്രം സിംഘാനിയ എന്ന സിഇഒയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡ് ഡയറക്ടർമാർക്കോ യാതൊരു ഭരണപരമായോ അല്ലാത്തതോ ആയ ഇടപെടൽ നടത്താൻ കഴിയില്ല. പണം ആർക്ക് നൽകണം, എത്ര നൽകണം, ഏതടിയന്തര ആവശ്യത്തിന് ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് തൊഴിലാളികൾ പ്രതിനിധികളടങ്ങിയ ഒരു സ്വതന്ത്ര കമ്മിറ്റിയായിരിക്കും. സാധാരണക്കാരായ ജീവനക്കാരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ് അവിടെ അന്തിമമായി പരിഗണിക്കപ്പെടുക. ഇതിൽ പാർട്ടിരാഷ്ട്രീയമോ വിവേചനമോ പാടില്ല. വിക്രം യാതൊരു എതിർപ്പും കൂടാതെ അടിയറവു പറഞ്ഞു. അതെ, നീ പറയുന്നത് 100% ശരിയാണ്. അങ്ങനെ തന്നെ നടക്കട്ടെ. ഇതിന്റെ പൂർണ്ണ നിയന്ത്രണവും മേൽനോട്ടവും നിന്റെ കൈകളിൽ മാത്രം ഭദ്രമായിരിക്കും. അടുത്ത മാസങ്ങളിൽ കമ്പനിയിൽ അവിശ്വസനീയമായ വേഗത്തിലാണ് മാറ്റങ്ങൾ സംഭവിച്ചത്. കമ്പനിയുടെ താഴത്തെ നിലയിലുണ്ടായിരുന്ന ഇരുണ്ടതും പൊടിപിടിച്ചതുമായ ആ പഴയ ആർക്കൈവ്സ് വിഭാഗം പൂർണ്ണമായും പുതുക്കി പണികഴിപ്പിച്ചു. വിസ്താരമുള്ള, വെളിച്ചം നിറഞ്ഞ, ആധുനിക സൗകര്യങ്ങളുള്ള അശ്വിൻ ഷാ എംപ്ലോയി റിസോഴ്സ് സെന്ററായി അത് മാറി. അതിന്റെ ഡയറക്ടറായി അനന്യ ചുമതലയേറ്റു. അവിടെയെത്തുന്ന ഏതൊരു സാധാരണ ജീവനക്കാരനും ഭയമില്ലാതെ കടന്നുവരാവുന്ന, സ്വന്തം വീടുപോലെ തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു അതിന്റെ എല്ലാ ക്രമീകരണങ്ങളും. ഫൗണ്ടേഷന്റെ ഔദ്യോഗിക പ്രവർത്തനം ആരംഭിച്ച ആദ്യ വാർഷികങ്ങളിൽ തന്നെ അത്ഭുതകരമായ ജീവിതമാറ്റങ്ങളാണ് കമ്പനിയിൽ ദൃശ്യമായത്. ഫൗണ്ടേഷനിൽ നിന്നുള്ള ആദ്യത്തെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകപ്പെട്ടത് കമ്പനിയിൽ കഴിഞ്ഞ 22 വർഷമായി സ്വീപ്പറായി ജോലി ചെയ്യുന്ന രാംലാൽ എന്ന വൃദ്ധനായ ജീവനക്കാരന്റെ മകൾക്കായിരുന്നു. ഉപരിപഠനത്തിന് പണമില്ലാതെ പഠനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന ആ മിടുക്കിയായ പെൺകുട്ടിക്ക് ലഭിച്ച പൂർണ്ണ സാമ്പത്തിക സഹായം ആ പാവപ്പെട്ട കുടുംബത്തിന്റെ തലവര തന്നെ മാറ്റിമറിച്ചു. രണ്ടാമത്തെ അടിയന്തര മെഡിക്കൽ ഗ്രാന്റ് അനുവദിക്കപ്പെട്ടത് കമ്പനിയിലെ ഒരു സാധാരണ ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ ഭാര്യയ്ക്കായിരുന്നു. മാരകമായ രോഗത്തിന് ചികിത്സിക്കാൻ ലക്ഷങ്ങൾ വേണമെന്നറിഞ്ഞ് പണമില്ലാതെ ആത്മഹത്യയുടെ വക്കിലെത്തിയിരുന്ന ആ പാവം ജീവനക്കാരന് ഫൗണ്ടേഷനിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ഒരു പുതിയ ജീവിതവും പ്രതീക്ഷയുമാണ് നൽകിയത്. അതുപോലെ തുച്ഛമായ ശമ്പളത്തിൽ വീട്ടുവാടക കുടിശ്ശിക വന്നതിനെ തുടർന്ന് ജപ്തി ഭീഷണി നേരിട്ടിരുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരന് സ്വന്തമായൊരു ചെറിയ വീട് വാങ്ങാനുള്ള സഹായധനവും അനുവദിക്കപ്പെട്ടു. ഇത്തരത്തിൽ നിരവധി തണ്ണടികൾക്കാണ് ആ ഫൗണ്ടേഷൻ വലിയൊരു താങ്ങായി മാറിയത്. ഓരോ അപേക്ഷയും നേരിട്ട് പരിശോധിച്ച് അംഗീകരിക്കുമ്പോഴും ഓരോ സഹായധനരേഖയിലും ഒപ്പിടുമ്പോഴും അനന്യ തന്റെ പ്രിയപ്പെട്ട അച്ഛൻ അശ്വിൻ ഷായുടെ ഓർമ്മകൾക്ക് മുന്നിൽ മനസ്സുകൊണ്ട് പ്രണാമമർപ്പിച്ചു. അച്ഛൻ തനിക്ക് നൽകിയ ആ ധർമ്മത്തിന്റെയും കാരുണ്യത്തിന്റെയും മൂല്യം ലോകത്തിലെ സകല കോടാനുകോടി രൂപയേക്കാൾ എത്രയോ മുകളിലാണെന്ന് അവൾ കൂടുതൽ കൂടുതൽ തിരിച്ചറിയുകയായിരുന്നു. ഈ സഹായ പദ്ധതികൾ കമ്പനിയുടെ പൊതു അന്തരീക്ഷത്തെ ആകെ മാറ്റിമറിച്ചു. തൊഴിലാളികൾക്കിടയിലുണ്ടായിരുന്ന ഭയവും പിരിച്ചുവിടപ്പെടുമോ എന്ന അരക്ഷിതാവസ്ഥയും പൂർണ്ണമായും അപ്രത്യക്ഷമായി. തങ്ങളെ സംരക്ഷിക്കാൻ, തങ്ങളുടെ കണ്ണീരൊപ്പാൻ ഒരു വലിയ തണൽ മുകളിലുണ്ട് എന്ന തോന്നൽ ജീവനക്കാരിൽ വലിയ ആവേശവും ആത്മവിശ്വാസവും നിറച്ചു. അവർ കമ്പനിയെ സ്വന്തം കുടുംബമായി കാണാൻ തുടങ്ങി. മുൻപെങ്ങുമില്ലാത്ത വിധം ജീവനക്കാരുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുകയും കമ്പനിയുടെ ലാഭം ഇരട്ടിയാകുകയും ചെയ്തു. അഹങ്കാരവും ഭയവും കൊണ്ടല്ല, മറിച്ച് സഹജീവികളോടുള്ള സ്നേഹവും കരുണയും കൊണ്ടാണ് ഒരു വലിയ സാമ്രാജ്യത്തെ കെട്ടിപ്പിടിക്കേണ്ടത് എന്ന വലിയ പാഠം അഹമ്മദാബാദിലെ ബിസിനസ് ലോകം അന്നേ ദിവസം തിരിച്ചറിഞ്ഞു. അനന്യ ആ വലിയ പുതിയ ഓഫീസിലിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. സാബർമതി നദിയിലെ ഓളങ്ങളിൽ സൂര്യപ്രകാശം തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. നഗരത്തിനു മുകളിലേക്ക് ഒരു പുതിയ പ്രഭാതം വന്നെത്തുകയായിരുന്നു. വർഷങ്ങൾ അതിവേഗത്തിലാണ് കടന്നുപോയത്.
ഗുജറാത്തിലെയും അഹമ്മദാബാദിലെയും വലിയ കോർപ്പറേറ്റ് ലോകം അന്നുവരെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയൊരു ചരിത്രപരമായ അധ്യായത്തിനാണ് സിംഹാസനം പോലെ നിന്നിരുന്ന സിംഘാനിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നത്. 5 വർഷങ്ങൾക്ക് മുൻപ് കമ്പനിയുടെ ഏറ്റവും താഴത്തെ നിലയിലെ ഇരുണ്ടതും പൊടിപിടിച്ചതുമായ പഴയ ആർക്കൈവ്സ് മുറിയിൽ നിന്നാരംഭിച്ച അനന്യ ഷായുടെ നിശബ്ദമായ പ്രയാണം ഇപ്പോൾ കേവലം ഒരു കമ്പനിയുടെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. അശ്വിൻ ഷാ എംപ്ലോയി ഫൗണ്ടേഷൻ എന്നത് ഇന്ന് ഇന്ത്യയിലെമ്പാടുമുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്കും ബിസിനസ് ഗ്രൂപ്പുകൾക്കും ഒരു മാതൃകാ മോഡലായി മാറിക്കഴിഞ്ഞിരുന്നു. ലാഭത്തിനു മുകളിൽ മനുഷ്യത്വത്തിനും തൊഴിലാളികളുടെ ക്ഷേമത്തിനും മുൻഗണന നൽകുന്ന ഒരു പുതിയ ചിന്താഗതിക്ക് അത് തുടക്കമിട്ടു. അന്ന് ആ ഫൗണ്ടേഷന്റെ 5ാം വാർഷിക ദിനമായിരുന്നു. കമ്പനിയുടെ പ്രധാന കെട്ടിടത്തിലെ ആഡംബരപൂർണമായ വലിയ ഓഡിറ്റോറിയം ആകെ പൂക്കളാലും വിളക്കുകളാലും അലങ്കരിച്ചിരുന്നു. ബോർഡ് റൂമിലെ വലിയ നിക്ഷേപകരും ഉയർന്ന വിദേശ ഉദ്യോഗസ്ഥരും മാത്രം പങ്കെടുത്തിരുന്ന പഴയകാല വാർഷികാഘോഷങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു അന്നത്തെ അന്തരീക്ഷം. ഇത്തവണത്തെ ചടങ്ങിൽ വേദിക്ക് മുന്നിലെ ആദ്യത്തെ 3 നിരകളിൽ പ്രധാന സീറ്റുകൾ ലഭിച്ചത് കമ്പനിയിൽ പതിറ്റാണ്ടുകളായി രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർക്കും സെക്യൂരിറ്റി ജീവനക്കാർക്കും ക്ലീനിംഗ് തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായിരുന്നു. ഉയർന്ന പദവിയിലിരിക്കുന്ന മാനേജർമാരും ഡയറക്ടർമാരും ഇൻവെസ്റ്റർമാരും അവർക്ക് പിന്നിലെ നിരകളിലാണ് എളിയവരായിരുന്നിരുന്നത്. അധികാരത്തിന്റെയും പണത്തിന്റെയും പഴയ വലിയ ശ്രേണികളെല്ലാം അവിടെ പൂർണ്ണമായി അപ്രത്യക്ഷമായിരുന്നു. അവതാരകൻ അനന്യയുടെ പേര് വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ ഭിത്തികൾ പോലും വിറയ്ക്കുന്ന വിധത്തിലുള്ള വലിയ കയ്യടികളോടെയാണ് സദസ്സ് അവളെ സ്വീകരിച്ചത്. 5 വർഷങ്ങൾക്കു മുൻപ് ആ വലിയ കോൺഫറൻസ് മുറിയിലേക്ക് കടന്നുവരുമ്പോൾ ധരിച്ചിരുന്ന അതേ ലളിതമായ കോട്ടൺ സാരി തന്നെയാണ് അവൾ ഇപ്പോഴും ധരിച്ചിരുന്നത്. ആഡംബരങ്ങളോ വില കൂടിയ ആഭരണങ്ങളോ അവളെ അലങ്കരിച്ചിരുന്നില്ല. എന്നാൽ അവളുടെ കണ്ണുകളിൽ അഹങ്കാരമില്ലാത്ത ശാന്തവും എന്നാൽ വലിയ നിശ്ചയദാർഢ്യമുള്ളതുമായ ഒരു യഥാർത്ഥ നേതാവിന്റെ വലിയ തിളക്കമുണ്ടായിരുന്നു. മൈക്കിനു മുന്നിലേക്ക് നടന്നെത്തിയ അവൾ സദസ്സിനെ നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, 5 വർഷങ്ങൾക്ക് മുൻപ് ഈ വലിയ കെട്ടിടത്തിന്റെ ആരും വരാൻ ഇഷ്ടപ്പെടാത്ത ഒരു ചെറിയ മുറിയിലിരുന്ന് ഞാൻ എന്റെ അച്ഛന്റെ അവസാനത്തെ കത്ത് വായിക്കുമ്പോൾ എന്റെ മനസ്സിനു മുന്നിൽ വലിയ ഒരു ചോദ്യചിഹ്നമുണ്ടായിരുന്നു. പണവും അധികാരവും കൊണ്ട് ഈ ലോകത്തിലെ എന്തിനേയും വിലക്കെടുക്കാമെന്ന് കരുതുന്ന വലിയൊരു വ്യവസ്ഥിതിക്കു മുന്നിൽ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരുടെ ആത്മാഭിമാനത്തിനും വിയർപ്പിനും എത്രത്തോളം നിലനിൽപ്പുണ്ട് എന്നതായിരുന്നു ആ ചോദ്യം. അന്ന് എന്റെ അച്ഛൻ അശ്വിൻ ഷാ വിഭാവനം ചെയ്ത ഈ ഫൗണ്ടേഷൻ കേവലം കുറച്ചു പണം ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാനുള്ള ഒരു ജീവകാരുണ്യ സംവിധാനം മാത്രമായിരുന്നില്ല. പകരം സ്വന്തം ചോരയും നീരും നൽകി ഒരു സ്ഥാപനത്തെ കെട്ടിപ്പടുക്കുന്ന ഓരോ സാധാരണ മനുഷ്യനും അർഹിക്കുന്ന മാന്യതയും സുരക്ഷിതത്വവും ആത്മാഭിമാനവും നിയമപരമായി തിരികെ നൽകാനുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നു. അവൾ അല്പം നിർത്തി വേദിക്ക് തൊട്ടുമുന്നിലെ നിരയിൽ വളരെ വിനീതനായിരുന്നിരുന്ന വിക്രം സിംഘാനിയെ നോക്കി പുഞ്ചിരിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ ഫൗണ്ടേഷൻ വഴി 1000-ലധികം പാവപ്പെട്ട കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പൂർണ്ണ സ്കോളർഷിപ്പ് നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 100 കണക്കിന് കുടുംബങ്ങളുടെ അടിയന്തരവും ചെലവേറിയതുമായ വൈദ്യസഹായ ചെലവുകൾ നമ്മൾ പൂർണ്ണമായും ഏറ്റെടുത്തു. ഒരു വീടില്ലാതെ കഷ്ടപ്പെട്ട നിരവധി ജീവനക്കാർക്ക് സ്വന്തമായി തലചായ്ക്കാൻ ഒരിടമുണ്ടാക്കിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചു. എന്നാൽ സാമ്പത്തിക സഹായങ്ങളെക്കാൾ വലിയൊരു വിപ്ലവകരമായ മാറ്റം സംഭവിച്ചത് ഈ കമ്പനിയുടെ സംസ്കാരത്തിലാണ്. ഭയവും ഭീഷണിയും നിർബന്ധിതമായി അടിച്ചേൽപ്പിച്ചുകൊണ്ട് സ്ഥാപനങ്ങളെ കാലാകാലങ്ങളിലേക്ക് കെട്ടിപ്പടുക്കാൻ കഴിയില്ലെന്ന് ഇന്ന് നമ്മൾ ഈ ലോകത്തിനു മുന്നിൽ തെളിയിച്ചിരിക്കുന്നു. തൊഴിലാളിക്ക് അർഹമായ സുരക്ഷിതത്വവും മാന്യതയും നൽകുമ്പോൾ അവർ ആ സ്ഥാപനത്തെ സ്വന്തം കുടുംബമായി കാണാൻ തുടങ്ങും. കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ കമ്പനി ഓഹരി വിപണിയിൽ കൈവരിച്ച അഭൂതപൂർവമായ സാമ്പത്തിക വളർച്ചയും വിജയവും അതിനു മാത്രം തെളിവാണ്. സദസ്സിൽ വീണ്ടും മിനിറ്റുകൾ നേരം നീണ്ടുനിന്ന വലിയ കയ്യടി ഉയർന്നു. പല മുതിർന്ന ജീവനക്കാരുടെയും കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പി. അനന്യ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ച് വേദിയിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ കമ്പനിയുടെ സിഇഒ വിക്രം സിംഘാനിയ എഴുന്നേറ്റുനിന്ന് അവളെ ആദരവോടെ വണങ്ങി. 5 വർഷം മുൻപത്തെ അഹങ്കാരിയും ദയാരഹിതനുമായ സിഇഒയിൽ നിന്ന് തികച്ചും വിനീതനും സഹജീവികളോട് കരുണയുള്ളവനുമായ ഒരു പുതിയ മനുഷ്യനായി വിക്രം മാറിയിരുന്നു. വാർഷിക ചടങ്ങുകളും തിരക്കുകളുമെല്ലാം അവസാനിച്ചപ്പോൾ
വിക്രം അനന്യയുടെ അടുത്തേക്ക് നടന്നുവന്നു. അവന്റെ കൈകളിൽ ചില സുപ്രധാനമായ നിയമരേഖകൾ അടങ്ങിയ വലിയ ഒരു ഫയലുണ്ടായിരുന്നു. അനന്യ, വിക്രം വളരെ ആദരവോടെയും പതർച്ചയോടെയും വിളിച്ചു. ഈ 5 വർഷം നീ ഈ കമ്പനിക്കും ഇതിലെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും നൽകിയത് പണം കൊണ്ട് അളക്കാൻ കഴിയാത്ത വലിയ മാറ്റങ്ങളാണ്. എന്റെ അച്ഛനും ഞാനും അഹങ്കാരം കൊണ്ട് വരുത്തിവെച്ച വലിയ തെറ്റുകൾ തിരുത്താനും ഒരു നല്ല മനുഷ്യനാകാനും എനിക്ക് അവസരം തന്നതിന് ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഈ ആഘോഷദിനത്തിൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് ഏകകണത്തിന് വലിയ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് നീ നിരസിക്കാതെ അംഗീകരിക്കണം. അവൻ ആ രേഖകൾ അനന്യയുടെ കൈകളിലേക്ക് നൽകി. കമ്പനിയുടെ ആകെ 10% ഇക്വിറ്റി ഓഹരികൾ ശാശ്വതമായി അശ്വിൻ ഷാ എംപ്ലോയി ട്രസ്റ്റിന് കൈമാറാനുള്ള ഔദ്യോഗിക നിയമപത്രമാണിത്. അതായത് ഇനി മുതൽ ഈ കമ്പനി എത്ര കോടി ലാഭമുണ്ടാക്കിയാലും അതിന്റെ കൃത്യമായ 10% പണം ഈ ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും. നാളെ മാനേജ്മെന്റ് മാറിയാലും അല്ലെങ്കിൽ വിക്രം സിംഘാനിയയ്ക്ക് പകരം മറ്റൊരാൾ സിഇഒ ആയി വന്നാലും ഈ കമ്പനി ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം തൊഴിലാളിയുടെ സുരക്ഷിതത്വവും അവരുടെ കുടുംബങ്ങളുടെ ഭാവി ഭദ്രതയും നിയമപരമായി ആർക്കും തടയാൻ കഴിയാത്ത വിധത്തിൽ ഉറപ്പാക്കപ്പെടുകയാണ്. അനന്യ ആ രേഖകളിലേക്ക് വലിയ അത്ഭുതത്തോടെ നോക്കി. ഒരു കാലത്ത് പണത്തിന്റെ അഹങ്കാരത്തിൽ തൊഴിലാളികളുടെ അവകാശങ്ങളെ ചവിട്ടിമെതച്ച അതേ ബോർഡ് റൂമിലിരുന്നാണ് വിക്രം ഇപ്പോൾ ഈ ചരിത്രകരമായ മാനവിക തീരുമാനമെടുത്തിരിക്കുന്നത്. മാറ്റമെന്നത് എത്ര മനോഹരമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഇത് എന്റെ അച്ഛന്റെ ആത്മാവിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരവാണ് വിക്രം സാർ. അനന്യ നിറഞ്ഞ സന്തോഷത്തോടെയും നന്ദിയോടെയും പറഞ്ഞു. അല്ല അനന്യ, വിക്രം വിനീതമായി തിരുത്തി. ഇത് നിന്നോടും നിന്റെ അച്ഛന്റെ വലിയ ദീർഘവീക്ഷണത്തോടും ഈ കമ്പനി ചെയ്യുന്ന ഒരു ചെറിയ കടമയാണ്. നീയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണു തുറപ്പിച്ചത്. അന്ന് വൈകുന്നേരം ചടങ്ങുകളും തിരക്കുകളുമെല്ലാം അവസാനിച്ച ശേഷം അനന്യ ഒറ്റയ്ക്ക് അഹമ്മദാബാദിലെ സാബർമതി റിവർ ഫ്രണ്ടിലേക്ക് നടന്നുപോയി. ശാന്തമായി ഒഴുകുന്ന നദിക്കരയിൽ വീശുന്ന തണുത്ത കാറ്റേറ്റ് അവൾ നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ പ്രിയപ്പെട്ട അച്ഛന്റെ ഓർമ്മകൾ വൻ തിരമാലകൾ പോലെ ഇരച്ചുകയറി. തനിക്ക് 18 വയസ്സുള്ളപ്പോൾ ഓഫീസിലെ കടുത്ത ജോലിഭാരമെല്ലാം കഴിഞ്ഞ് ക്ഷീണിതനായി വീട്ടിലെത്തുന്ന അച്ഛൻ തന്റെ ചെറിയ കൈകൾ ചേർത്തുപിടിച്ചുകൊണ്ട് പറയുമായിരുന്ന ആ പഴയ വാചകങ്ങൾ അവളുടെ കാതുകളിൽ വീണ്ടും ഓർമ്മപ്പെടുത്തൽ പോലെ പ്രതിധ്വനിച്ചു. മോളെ, നമ്മൾ എത്ര വലിയ ആളുകളാകുന്നതിലോ എത്ര പണം സമ്പാദിക്കുന്നതിലോ അല്ല കാര്യം. നമ്മൾ കാരണം ഈ ലോകത്തിലെ എത്ര പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞു എന്നതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യം കിടക്കുന്നത്. വലിയ പണവും പദവികളും ഒരുപക്ഷേ നിന്നെ തേടി വന്നേക്കാം. എന്നാൽ നിന്റെ ഉള്ളിലെ ലാളിത്യവും നീതിബോധവും സഹജീവികളോടുള്ള കരുണയും ഒരു സാഹചര്യത്തിലും നഷ്ടപ്പെടരുത്. അനന്യ തന്റെ കൈയിലിരുന്ന അച്ഛന്റെ പഴയ ഡയറിയും അച്ഛന്റെ കയ്യൊപ്പുള്ള കത്തും നെഞ്ചോട് ചേർത്തുപിടിച്ചു. തന്റെ അച്ഛൻ അന്ന് വിതച്ച സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ചെറിയ ഒരു വിത്ത് ഇന്ന് വലിയ ഒരു വടവൃക്ഷമായി വളർന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ തണൽ നൽകുന്നു. ജീവിതത്തിലെ ഏറ്റവും സത്യസന്ധമായ പോരാട്ടം ജയിച്ചതിന്റെ പൂർണ്ണമായ നിറവിൽ സാബർമതി നദിയിൽ ചുവന്ന സൂര്യൻ അസ്തമിക്കുമ്പോൾ അനന്യ ഒരു പുതിയ ലക്ഷ്യത്തിലേക്ക്, പുതിയ മനുഷ്യരുടെ കണ്ണീരൊപ്പാനുള്ള വഴികളിലേക്ക് വെളിച്ചമുള്ള മനസ്സോടെ പതിയെ നടന്നു തുടങ്ങി.